തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണ വിവാദത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം. ജില്ലാ നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിയ മന്ത്രിയുടെ നിലപാട് അപക്വമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വിമർശനം. കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളിയെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പരാമർശം. ചില വിമർശനങ്ങൾ അനാവശ്യമായി ചില മാധ്യമങ്ങൾ ഉയർത്തുന്നു. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പലരും കരുതിയില്ല. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ പ്രവൃത്തി നടന്നത്. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ട്. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിലുണ്ടായ പൊള്ളലിന്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. അതിന്റെ പ്രശ്നമുണ്ട്. അതിന്റെ ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ട്. ആ പ്രയാസമാണ് കുപ്രചരണങ്ങൾ, അനാവശ്യ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം മുതിർന്ന നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തിയതോടെ മന്ത്രി മുഹമ്മദ് റിയാസ് നിലപാട് മയപ്പെടുത്തി. തനിക്കെതിരെ വിമർശനമുണ്ടായെന്ന വാർത്ത അസംബന്ധമാണെന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം. ഈ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അസംബന്ധമാണ് ഈ വാർത്ത, അസംബന്ധ വാർത്തയാണെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, അസംബന്ധമായൊരു വാർത്ത. നിങ്ങൾക്കൊന്നും കൂടി ഒന്ന് വേണമെങ്കിൽ കളർഫുള്ളായി കൊടുക്കാമായിരുന്നു. എല്ലാവരും കൂടി കസേര എടുത്ത് പൊക്കി റിയാസിനെ അടിച്ചു, എന്നിട്ട് ഒരു പരിക്കും പറ്റാതെ അത്ഭുതകരം വിധം രക്ഷപ്പെട്ടു എന്ന് വന്നാൽ ഒന്നും കൂടി കളർഫുൾ ആവുമായിരുന്നു. അങ്ങനെ കൊടുക്കാമായിരുന്നു, അതായിരുന്നു നല്ലത്. ഓക്കെ. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, മേയറെ വേദിയിലിരുത്തിയുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ വിമർശനം, അത് തലസ്ഥാനത്തെ റോഡ് വികസനം ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, അതിനെക്കുറിച്ചായിരുന്നു പരാമർശം. പിന്നീടാണ് തൊട്ടടുത്ത ദിവസങ്ങളിലായി മന്ത്രിയുടെ വിമർശനം, അത് പേരെടുത്ത് പറയാതെ. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അത് നിഷേധിക്കുന്ന മന്ത്രിയെയാണ്. കടകംപള്ളിയല്ല താൻ ഉദ്ദേശിച്ചത്, അത്തരത്തിലേക്കല്ല പറഞ്ഞത് എന്നൊക്കെ. ഇപ്പോൾ ഈ വിഷയം പാർട്ടിയിൽ ചർച്ചയായി, ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയമായി അത് പാർട്ടി കണ്ടു എന്നാണോ? അനുജ, ഇക്കാര്യത്തിൽ സ്വാഭാവികമായും പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റിലുണ്ടായ വിഷയങ്ങൾ അത് പുറത്തറിയരുതെന്ന് CPM-നെ സംബന്ധിച്ച് വലിയ തരത്തിൽ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ നഗരസഭാ വികസന സെമിനാറിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായത്. തുടർന്ന് ഒരു പൊതുവേദിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കടകംപള്ളിക്ക് മറുപടി എന്നോണം ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായി മാറിയത്. ആ വിവാദമുണ്ടായ സമയത്ത് തന്നെ ജില്ലയിലെ CPM നേതാക്കൾക്ക് കരാറുകാരുമായി ദുരൂഹ ഇടപാടുണ്ടെന്ന ധ്വനിയുള്ള പ്രസംഗത്തിൽ ജില്ലാ നേതൃത്വത്തിന് വലിയ തരത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു. ആ അതൃപ്തിയാണ് ചില നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. ഈ പരാമർശം നേതാക്കൾക്കെതിരെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആദ്യമുണ്ടായ ഒരു ചർച്ച. അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് അതൃപ്തി ഇതിലുണ്ട് എന്നുള്ള കാര്യം അവർ തന്നെ പ്രകടിപ്പിച്ചു. പ്രസംഗത്തിൽ ജാഗ്രത പുലർത്തണം എന്നുള്ളതായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പൊതു നിലപാട്. ഇതോടുകൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഹമ്മദ് റിയാസ് നിലപാട് മയപ്പെടുത്തി. താൻ ഏതെങ്കിലും വ്യക്തിയെ ഉദ്ദേശിച്ചല്ല, അല്ലെങ്കിൽ നേതാക്കളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന രീതിയിലേക്ക് മുഹമ്മദ് റിയാസ് നിലപാട് മയപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അതിനുശേഷം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഈ വാർത്ത പൂർണ്ണമായും തള്ളുന്നു, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല എന്ന തരത്തിലേക്കുള്ള പ്രതികരണം മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. MV ഗോവിന്ദനും ഒരു പ്രതികരണത്തിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് ഇങ്ങനെ ഒരു അഭിപ്രായ തർക്കം അത് വരുന്നത് ഭൂഷണമാകില്ല, അത് പാർട്ടിയെ സംബന്ധിച്ച് ശരിയാകില്ല എന്നുള്ള നിലപാടിൽ CPM നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനിടയിൽ നടന്ന സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. കാരണം ഈ വിവാദം ഉണ്ടാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയിൽ കടകംപള്ളി സുരേന്ദ്രൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ചില ആളുകൾ താനും മന്ത്രി മുഹമ്മദ് റിയാസുമായി എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നു. പക്ഷേ ആ വിവാദത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുകയും തൊട്ടടുത്ത ദിവസം അദ്ദേഹം മുഹമ്മദ് റിയാസിനോടൊപ്പം നിയമസഭയിൽ നിൽക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഗൗരവമുള്ള ഒരു വിഷയമായി ഈ വിഷയത്തെ CPM കാണുന്നു എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന അതൃപ്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ, ശരി. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.